അല്ല ഇതിപ്പോൾ വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, കേരളം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകരുള്ള ഒരു സ്റ്റേറ്റാണ്. ഒരു പക്ഷേ നോർത്ത് ഈസ്റ്റിലും പശ്ചിമ ബംഗാളും ഒക്കെ ഉണ്ടെങ്കിലും കേരളം എന്ന് പറയുന്നത് അടുത്ത കാലത്തൊക്കെ ഫുട്ബോൾ ഒരു വലിയ തരംഗം. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക, അത്രയും ഫുട്ബോൾ പ്രേമികളെ മുഴുവൻ, അവരുടെ ഒരു വികാരത്തെ മുഴുവൻ എന്താ പറയുന്നത്, പറ്റിച്ചുകൊണ്ട് അല്ലെ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്ര വലിയൊരു ക്രമക്കേട് ഇവിടെ നടന്നിരിക്കുകയാണ്. ഇപ്പം സിയും പ്രജിത്തും അതുപോലെ തന്നെ കൃഷ്ണരാജേട്ടൻ, നിങ്ങൾ മൂന്ന് പേര് ഇപ്പം എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഇനി നാലാമത് സംസാരിക്കുന്ന ഞാൻ ഇനി ആ തട്ടിപ്പിനെ പറ്റി പറയണ്ട. പക്ഷേ എനിക്ക് ഇതിനകത്ത് അത്ഭുതം തോന്നുന്നത് അവിടെ പണിയെടുക്കുന്ന മറ്റു മാധ്യമപ്രവർത്തകരുടെ കാര്യമാണ്. റിപ്പോർട്ടർ ചാനലിൽ ഇത്രയും ധാർമ്മികത പ്രസംഗിക്കുന്ന ആൾക്കാരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. വൈകിട്ട് അവരുടെ ചർച്ചയൊക്കെ കണ്ടിട്ടുണ്ട്. അവർ ട്യൂഷൻ എടുക്കുകയാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിന് ട്യൂഷൻ ക്ലാസ് ഓരോ വിഷയങ്ങളെപ്പറ്റി. അവരുടെ ഫേസായിട്ട് നിൽക്കുന്ന അരുൺകുമാർ, അദ്ദേഹത്തിൻ്റെ നിലപാടിനെ പറ്റി നമ്മൾ ഒരിക്കൽ കൂടെ പരാമർശിക്കണം. അദ്ദേഹം 24 ചാനലിൽ നിൽക്കുമ്പോൾ മരമുറിക്കെതിരായിട്ട് എക്സ്പ്ലെയിനർ ചെയ്ത ആളാണ്. ഓർത്ത് നോക്കണം, അദ്ദേഹത്തിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലാണ്. ഇപ്പൊ പറന്ന് നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ പഴയ എക്സ്പ്ലെയിനർ. അതെ, ഇദ്ദേഹം ഒരു കൈലിയൊക്കെ കൊടുത്തിട്ട് വീരപ്പൻ എന്ന് എഴുതിയേക്കുന്ന ഒരു ലോറിയിൽ വന്നിറങ്ങിയിട്ട് അദ്ദേഹം ഈ ആൻഡോ അഗസ്റ്റിൻ നടത്തിയിട്ടുള്ള മരമുറിയെ പറ്റി അദ്ദേഹം മുമ്പ് ശ്രീകണ്ഠൻ നായരുടെ ചാനലിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് എക്സ്പ്ലെയിനർ ചെയ്തതാണ്. ഈ എക്സ്പ്ലെയിനർ ചെയ്ത് 2 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ മരം മുറിച്ചുകൊണ്ട് പോയ ഈ കള്ളൻ്റെ ചാനലിൽ വന്ന് പണിയെടുക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഇവരുടെയൊക്കെ നിലപാടെന്താണ്? കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇവർക്ക് എന്തു വിലയാണ് ഇപ്പോൾ ഉള്ളത്? ഇവരിതിൽ നിലപാട് വ്യക്തമാക്കണം. പണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഭാരതത്തിൻ്റെ ഉപപ്രധാനമന്ത്രിയും BJPയുടെ സ്ഥാപക നേതാവും ഒക്കെ ആയിട്ടുള്ള ലാൽകൃഷ്ണ അഡ്വാനിജി ഒരിക്കൽ പറയുകയുണ്ടായി. ഈ അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങളുടെ നിലപാടുകളെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കുനിയാൻ പറഞ്ഞാൽ എഴഞ്ഞു പോകുന്നവരാണ് ഒരു വിഭാഗം മാധ്യമങ്ങളെന്ന് പറഞ്ഞു. അതായത് അദ്ദേഹവും ഒരു മാധ്യമ പ്രവർത്തകനാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാ ഭരണകൂടം ഒന്ന് കുനിഞ്ഞേ എന്ന് പറഞ്ഞപ്പോൾ ഇത് എഴഞ്ഞോളാമേ എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ടല്ലോ, ആ ടൈപ്പിലുള്ളവരാണ് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ എഡിറ്റോറിയൽ ടീം എന്ന് പറയുന്നത്. ഇവർ നിലപാട് വ്യക്തമാക്കണം. ഈ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു നമ്പർ 1 തല്ലിപ്പൊളിയാണ്. അദ്ദേഹം ഒരു തല്ലിപ്പൊളിയാണ്. കാരണം എന്താ പറയാൻ കാരണം, അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത് ആദ്യത്തെ കേസാണോ? മരമുറി കേസ്, മറ്റേ മാംഗോ ഫോൺ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കേസ്, ഇപ്പോൾ ലോൺ തട്ടിപ്പ് കേസ്. ഇദ്ദേഹം ഒരു തല്ലിപ്പൊളിയാണ്. ഇദ്ദേഹം ഈ ചാനൽ നടത്തുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂലോക തട്ടിപ്പുകളുടെ മറ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സാറ്റലൈറ്റ് ചാനൽ നടത്തിക്കൊണ്ട് പോകണം. ഞാൻ മനസ്സിലാക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ഈ ചാനലിനിട്ട് പണി കൊടുക്കും. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ആൻഡോയെ പൂട്ടുന്നതോടുകൂടി ഈ ചാനലിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. ഒരു മാധ്യമ സ്ഥാപനങ്ങളും അങ്ങനെ തകർന്നു പോകരുത് എന്നത് തന്നെയാണ് നമ്മുടെ നിലപാട്. കാരണം ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നതാണ്. പക്ഷേ ഈ മുതലാളി നയിക്കുന്ന ഈ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇനി അതിൻ്റെ പ്രവർത്തനം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്രമക്കേട്, ഈ മെസ്സി വരും എന്നതിൻ്റെ പേരിൽ നടന്നിട്ടുള്ള ക്രമക്കേട് എന്താണ് എന്നതിനെപ്പറ്റി നിലപാട് വ്യക്തമാക്കുന്നില്ല. കാരണം അത് നിങ്ങൾ മൂന്നും സംസാരിച്ച് കഴിഞ്ഞതാണ്. എനിക്ക് പറയാനുള്ളത് ഇതാണ്, അതായത് ഈ ചാനലിൻ്റെ മറവിൽ വലിയ തട്ടിപ്പ് ഈ ആൻഡോ സഹോദരന്മാർ നടത്തിയിരിക്കുകയാണ്. അത് മരമുറിയുമായി ബന്ധപ്പെട്ട് വലിയ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ED ഈ കേസ് പിടിക്കാൻ പോവാണ്, അല്ലേ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിലേക്ക് വരികയാണ് മെസ്സിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ. സ്വാഭാവികമായിട്ടും കുരുക്കുമുറും.